السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ഉലമാക്കളെ, ശ്രോതാക്കളെ, ഹൃദയ ശുദ്ധീകരണമാണ് നമ്മുടെ വിഷയം. ഒരുപാട് ടോപ്പിക്കുകൾ നാം ചർച്ച ചെയ്തു. ഇന്ന് മെയിനായിട്ടുള്ള വിഷയം ശത്രുത, പക. ഇതാണ്. ഇത് നമ്മുടെ മനസ്സിൽ നാം വെച്ചു പുലർത്തുന്നു. ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും കാണുന്ന ഒരു അവസ്ഥയാണ് പക. എവിടെ നോക്കിയാലും ശത്രുത, പക. ഇതൊരിക്കലും അരുത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ചുരുക്കത്തിൽ പറയുന്നു, നിങ്ങൾ പക വെക്കരുത് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇതൊരിക്കലും അരുത്. മനസ്സിൽ ശത്രുത വെച്ചിരിക്കുന്ന കാലാകാലം ഇതൊരിക്കലും പാടില്ല എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞത്. ശത്രുതയെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്. ആരുടെ മനസ്സിലും ആരോടും പക ഒരിക്കലും ഉണ്ടാകരുത്. ഇങ്ങനെ പകവെച്ചാൽ എന്താ ഉണ്ടാകുന്നത്? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, envy decreases the body resistance power for diseases എന്നാണ് പറഞ്ഞത്. പക വെച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളെ തടുക്കാനുള്ള പവർ ഉണ്ടല്ലോ, ആ പവറിനെ അത് കുറക്കും. പിന്നെ നാം കൂടുതലും രോഗികളായിട്ട് മാറും. പക വെച്ചിരിക്കുന്നവർ ഒരിക്കലും പക പാടില്ല. ഇന്ന് എവിടെ നോക്കിയാലും വീട്ടിന്റെ അകത്തും പുറത്തും, അതുപോലെ തന്നെ അയൽവാസികളിലും നാടുകളിലും എല്ലാ നിലക്കും പകകളാണ് കൂടുതൽ കാണുന്നത്, ശത്രുതയാണ്. എന്നിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, envy causes many diseases such as indigestion, acidity, gastrics, hypertension, heart diseases and many neurological disorder എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പകവച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഡൈജഷൻ, ദഹനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. വയറ്റിന്റെ അകത്ത് ആസിഡിറ്റികൾ കുന്നുകൂടുന്നു. പിന്നെ വയറ് എന്തോ ഒരു വീർത്ത ഒരവസ്ഥ, മുളകിന്റെ അംശമോ എണ്ണയോ പിന്നെ തൊടാൻ പറ്റുന്നില്ല, എന്തോ ഒരവസ്ഥ, ഒരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥ പലർക്കും ഉണ്ടാകുന്നു. ഗ്യാസ്ട്രിക്സിന്റെ അവസ്ഥ, ഒരു ബുദ്ധിമുട്ടുകളും ധാരാളം കണ്ടുവരുന്നു. പിന്നെ BP കൂടുതലാകും, ഹാർട്ടിന്റെ രോഗങ്ങൾ ഇങ്ങനെ കുന്നുകൂടും. എന്ന് മാത്രമല്ല, മെനി ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഞരമ്പ് സംബന്ധമായ ഒരുപാട് തകരാറുകൾ, പ്രോബ്ലംസുകൾ, രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് നാം കണ്ടുവരുന്നതാണ് ന്യൂറോളജിസ്റ്റ്, ഞരമ്പിന്റെ ഡോക്ടേഴ്സ് കൂടുതലുണ്ട്, കാർഡിയോളജിസ്റ്റ് ഇന്ന് കൂടുതലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നിലക്കുള്ള ഡോക്ടേഴ്സും ഇന്ന് കൂടി വരുന്നു, ഹോസ്പിറ്റലുകൾ കൂടി വരുന്നു. കാരണം നമ്മുടെ രോഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? മനസ്സ് ശരിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും രോഗങ്ങൾ കൂടുന്നത്. അല്ലാത്ത പല വിഷയത്തിനും ഇല്ല എന്നല്ല അർത്ഥം. ആദ്യം ശുദ്ധീകരിക്കേണ്ടത് മനസ്സാണ്. നമ്മുടെ ശരീരമെന്ന ഈ ലോകത്തിന്റെ ഒരു കേന്ദ്രമാണ് മനസ്സ്. ആ മനസ്സ് നന്നായിരിക്കണം, എല്ലാ നിലക്കും നന്നായിരിക്കണം. ഞാൻ ആദ്യ ക്ലാസ് എടുത്തത് തെറ്റിദ്ധാരണ, ഒരാളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ അരുത് എന്നാണ്. അപ്പോഴേക്ക് അവിടെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അന്ന്. അതിനെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ടോ. ഡോക്ടർ, വലിയ ലോകത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ ടെഡ്മോട്ട്, അതേപോലെ തന്നെ ഡോക്ടർ ബർണാഡ് ജംഗ്ഷൻ, ഇവരെല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾക്കാരാണ്. അവരും പറഞ്ഞത് മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ഒരു കേന്ദ്രമാണ്, അത് ശുദ്ധിയായിരിക്കണം, അതിലൊന്നും തെറ്റിദ്ധാരണകളോ മറ്റതോ ഒന്നും അഴുക്കുകളൊന്നും ഉണ്ടാകരുത് എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു അറിയപ്പെടുന്ന ബെട്ര ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹെർബാൻ എസ് വസീർ,
അദ്ദേഹവും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ദേഷ്യം ഒരിക്കലും ഉണ്ടാകരുത്. ദേഷ്യത്തിനെ പറ്റി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകരുത്. ദേഷ്യം ഉണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സ്ട്രെസ്സിന്റെ പിരിമുറുക്കത്തിന്റെ ഹോർമോണുകൾ നിങ്ങളുടെ രക്തത്തിൽ കുന്നുകൂടുകയും നിങ്ങൾ വലിയ രോഗികളായി മാറുകയും ചെയ്യും എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നേരെ മറിച്ച് നമുക്ക് എപ്പോഴും നല്ല ഒരാളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, നല്ല ചിന്ത മാത്രം വേണം. എന്നാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു വലിയ ശക്തി നമുക്ക് ലഭിക്കുന്നു എന്ന് ഡോക്ടർ ഹെർബാൻ വസീറും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാം ചിന്തിക്കേണ്ടത്, തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ഒരിക്കലും തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അത് വലിയ നമ്മുടെ മനസ്സിന് ഒരുപാട് തകരാറുകൾ ഉണ്ടാക്കും. ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. قال بعض المتقدمين من أئمة തിബിന്റെ അയിമത്തുകൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അറാദ ആഫിയത്തുൽ ജിസ്മി ഫൽയുഖല്ലിൽ മിനത് തആം. ശരീരത്തിന് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നാം ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം, ഭക്ഷണം കുറക്കണം. അതിന്റെ വലിയ ക്ലാസ് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും അവര് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ മനസ്സിന് ആരോഗ്യം വേണമെങ്കിൽ ഖില്ലത്തുൽ ആസാം, തെറ്റുകൾ ചെയ്യുന്നത് കുറക്കണം. വറാഹത്തുൽ ലിസാനി ഫീ ഖില്ലത്തിൽ കലാം, നമ്മുടെ നാവിന്റെ ആരോഗ്യം സംസാരം കുറക്കുന്നതിലാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് മഹാത്മാക്കളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വദ്ദുനൂബിൽ ഖൽബി ബിമൻസിലത്തി സമൂം, തെറ്റ് ചെയ്യുക എന്നുള്ള ഏത് നിലക്കുള്ള തെറ്റാണെങ്കിലും തെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിഷം നൽകുന്നത് ആ സ്ഥാനത്താണ് എന്നാ പറയുന്നത്. വിഷം നൽകിയാൽ നമ്മുടെ ശരീരം എങ്ങനെയോ അത് നശിഞ്ഞു പോകുമോ, അതുപോലെ തന്നെ നാം ഇവിടെ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൽബ് നശിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഇല്ലം തുഹ്ലിക്കുഹു അൽഅഫതുഹു വലാ ബുദ്ദ, ബാഹ്യരൂപത്തിൽ അത് പെടുന്നതിനായിട്ട് നശിഞ്ഞു പോകുന്നത് കണ്ടില്ല എങ്കിലും അതിനെ തീർച്ചയായിട്ടും അതിനെ വീക്കാക്കും നമ്മുടെ മനസ്സിനെ. അതിന്റെ മനസ്സിന്റെ ശക്തി ക്ഷയിച്ചാൽ, അത് കുറഞ്ഞാൽ പിന്നെ രോഗങ്ങളെ നേരിടാൻ ഒരിക്കലും കഴിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതാര് പറഞ്ഞത്? വലിയ വലിയ മഹാത്മാക്കളാണ് പറഞ്ഞത്. ഹാർട്ടിന്റെ ഡോക്ടർ എന്ന് തന്നെ അറിയപ്പെടുന്ന ആത്മീയ ലോകത്ത് അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റഅയ്തു ദുനൂബ തുമീതുൽ ഖുലൂബ് വഖദ് യൂരിസു ദില്ല ഇദ്മാനുഹാ വതർക്കു ദുനൂബി ഹയാത്തുൽ ഖുലൂബ് വഖൈറുൽ ലിനഫ്സിക ഇസ്യാനുഹാ. തെറ്റിനെ ഞാൻ കാണുന്നത് അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ അത് മരിപ്പിച്ചു കളയും എന്ന് മാത്രമല്ല, നമ്മെ അത് നീചതക്ക്, നികൃഷ്ടതക്ക് അഡിക്റ്റ് ആക്കുകയും ചെയ്യും. തെറ്റുകളെ ഉപേക്ഷിക്കലാണ് നമ്മുടെ മനസ്സിന്റെ ജീവൻ. എപ്പോഴൊക്കെ നാം തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു ദൂരത്താകുന്നുവോ അപ്പോഴേക്ക് നമ്മുടെ മനസ്സിന് ഹയാത്തി, ജീവൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഏറ്റവും നല്ലത്, ഉത്തമം ആ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു ദൂരത്താകലാണ് എന്ന് അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂഫിയാക്കൾ, ഔലിയാക്കൾ, അങ്ങനെ ഇമാമിങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാവരും തെറ്റിൽ നിന്ന് പരിപൂർണമായും ഒഴിഞ്ഞു ദൂരത്തായ ജീവിതമായിരുന്നു. അതുകൊണ്ട് അവരുടെ മനസ്സിന് വലിയ ആരോഗ്യമുണ്ടായിരുന്നു. ആ ഒരു ആരോഗ്യം മനസ്സിന് ഉള്ളത് കൊണ്ട് അവരുടെ ശരീരത്തിന് ആ സകലം ആരോഗ്യമുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, ആയത്തുകൾ ഓതി, ഹദീസുകൾ ഓതി, എല്ലാത്തിലും മനസ്സിന്റെ തെറ്റുകളെ പറ്റി പറഞ്ഞതാണ്. അസൂയ, കിബർ, അതേപോലെ തന്നെ ദേഷ്യം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ. ഇതൊക്കെ തെറ്റുകളാണ്. ഏത് നിലക്കുള്ള തെറ്റുകളും, മനസ്സിൽ ഉദിക്കുന്ന തെറ്റുകൾ തീർച്ചയായും ആദ്യം നമ്മുടെ മനസ്സിനെ അത് മെല്ലെ നശിപ്പിക്കും, മനസ്സിനെ വീക്കാക്കും, പിന്നെ നമ്മുടെ ശരീരത്തിനെ അത് വീക്കാക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ സംസ്കരണം, ആത്മശുദ്ധീകരണം എന്ന് പറഞ്ഞാല് ഇതിനൊക്കെ
ഇതിനൊക്കെ അത് ആയത്തിലുണ്ട്, ഹദീസിലുണ്ട്, നമ്മുടെ ഇമാമിങ്ങളെല്ലാം നമുക്ക് കാണിച്ച കാര്യങ്ങളാണ്. ഇതിനൊക്കെ ശാസ്ത്രജ്ഞന്മാരും ആ നിലക്കല്ലെങ്കിലും അതിന് വരുന്ന രോഗങ്ങളെപ്പറ്റി ഓരോന്നോരോന്നായിട്ട് അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് എന്തുകൊണ്ടും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാം. എല്ലാം ഉണ്ട്, ഇബാദത്തുണ്ട്, ഖുർആനോത്തുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തുണ്ട്. എങ്കിലും ഗീബത്ത് ഒഴിവാക്കുന്നില്ല, നമീമത്ത് ഒഴിവാക്കുന്നില്ല, ശത്രുത ഒഴിവാക്കുന്നില്ല, ദേഷ്യം ഒഴിവാക്കുന്നില്ല, അഹംഭാവം ഒഴിവാക്കുന്നില്ല, അസൂയ ഒഴിവാക്കുന്നില്ല, അതുപോലെ തന്നെ വിഷമം വ്യസനങ്ങൾ ഒഴിവാക്കുന്നില്ല. അത് മനസ്സിൽ കുന്നുകൂട്ടിക്കൊണ്ടാണ് നാം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും നാം മുൻനിരയിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വർക്കുകളിലും, സോഷ്യൽ വർക്കിലും, മറ്റ് പ്രവർത്തനങ്ങളിലും, ദീനിയായ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും ഉണ്ട്. വളരെ 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 നല്ല കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. അള്ളാഹു പൊരുത്തപ്പെടട്ടെ. എങ്കിലും മനസ്സ് ശുദ്ധിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ആദ്യമായി എങ്ങനെയെങ്കിലും മനസ്സൊന്ന് ശുദ്ധിയാക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇത് കേൾക്കുന്നവര് അത്തരം കാര്യങ്ങൾ ആരുടെ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ അഴുക്കുകളെ, ആ കളങ്കങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നന്നാക്കി നാം നന്നാകണം. ഇവിടെ നമ്മുടെ ഐഹിക പാരത്രിക വിജയം നമുക്ക് കരഗതമാക്കണം. ഈ മനസ്സ് ശുദ്ധിയായാൽ മാത്രമേ നമുക്ക് അവയെ കരഗതമാക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.